തിങ്കളാഴ്ച നല്ല ദിനം മൺഡേ ടെസ്റ്റ് പാസ്സാകുന്ന ഒരു കാര്യം ഇവിടെ ഓർക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ബോക്സ് ഓഫീസിൽ മൺഡേ ടെസ്റ്റിന് അഭിമുഖീകരിക്കുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഹാല് 4 ദിനങ്ങൾ പിന്നിടുന്നു. ഇന്നലെ 199 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 8500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 13,26,000 രൂപയോളം ലഭിക്കുകയുണ്ടായി. അതായത് ഈ ഒരു സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ദിനമായി ഞായറാഴ്ച. ഇന്ന് തിങ്കളാഴ്ച സിനിമ ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് കാഴ്ച തുടങ്ങിയിരിക്കുന്നത്. 1,00,000-ഓളം രൂപ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് സിനിമ ഇന്നും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ അത് ഗംഭീരമെന്ന് തന്നെ പറയാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത്. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രം 52 ഷോകളാണ് ഞായറാഴ്ച ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 1000-നടുത്തുള്ള ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. 1,67,000 രൂപയാണ് സിനിമയ്ക്ക് നേടിയത്. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയാണ് സിനിമ പോകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് സിനിമ നേടിയത്. സർവമായ ഇന്ന് 50 കോടി ക്ലബ്ബിൽ കയറുന്ന ദിനമായിരിക്കും. 4 ദിനം കൊണ്ട് ഏകദേശം 46-47 കോടിയോളം സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഇന്നും സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ 1.5 കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഫൈനലായി വന്നത് 1507 ഷോകളാണ്. അതിനകത്തിൽ തന്നെ 3,24,300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കാണുന്നു. തിയേറ്റർ ഓക്യുപ്പൻസിയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ 82%. ഏകദേശം 1,600ഓളം ഫാസ്റ്റ് ഫില്ലുകളും ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമാണ് ഉണ്ടായിരുന്നത്. 200-നടുത്തുള്ള ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു. 5,31,57,000 രൂപയാണ് സിനിമ നേടിയത്. അത് 5,50,00,000 രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമ ഇന്നലെ നേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ കളക്ഷനാണ്. ആദ്യ ദിനം ഏകദേശം 3,19,00,000 രൂപ, രണ്ടാം ദിനം 3,83,00,000 രൂപ, മൂന്നാം ദിനം 4,53,00,000 രൂപ നേടിയ ചിത്രം നാലാം ദിനം 5,31,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ തന്നെ നേടിയിരിക്കുകയാണ്. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 25 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ചിത്രമായി മാറാൻ പോകുന്നു നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം. എന്തായാലും ഇതിനോടകം തന്നെ നല്ല കളക്ഷനാണ് സിനിമയ്ക്ക് പോകുന്നത്. 3 ദിവസം കൊണ്ട് ഏകദേശം 35 കോടിക്ക് അടുത്ത് നേടിയ സിനിമ 4-ാം ദിവസം കൊണ്ട് 45-46 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു. 5-ാം ദിനമായ ഇന്ന് തീർച്ചയായും സിനിമ 50 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ പ്രീ സെയിലിലൂടെ 1.5 കോടി കടന്ന ചിത്രം മോർണിംഗ് സെക്ഷനിൽ തന്നെ 2 കോടി കടന്നിരിക്കുകയാണ്. എന്തായാലും മികച്ച ഒരു സിനിമ, അതായത് ഏറെക്കാലത്തിന് ശേഷം നല്ല ഒരു ചിത്രം കാണുന്നു. പണ്ടൊക്കെ നമ്മൾ ദിലീപ് ചിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ ജയറാം സിനിമകളോ ഒക്കെ കണ്ടിരുന്ന അതേ ഫീല് തന്നെയാണ് നമുക്ക് വരുന്നത്. നല്ല ഒരു ഇമോഷണൽ ടച്ചുള്ള എല്ലാം കൊണ്ടും നല്ല ചിത്രം. ഇനിയും മോഹൻലാലിൻ്റെ വൃഷഭയുടെ കഥകൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. 4-ാം ദിനത്തിൽ സിനിമയ്ക്ക് 285ഓളം ഷോകൾ, 4,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,55,000 രൂപയോളമാണ് നേടാൻ കഴിഞ്ഞത്. ഇന്ന് മൺഡേ ടെസ്റ്റ് ഈ സിനിമ പാസ്സാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വരും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 75 ലക്ഷം രൂപ കടന്ന സിനിമ 2 കോടിക്ക് അടുത്തേക്ക് വേൾഡ് വൈഡ് ആയിട്ട് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രതീക്ഷിക്കുകയാണ് ഇന്നും മികച്ച കളക്ഷൻ ഉണ്ടാകുന്നത്. 12-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു തിങ്കളാഴ്ച സിനിമ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ സ്റ്റഡി കളക്ഷനോട് തന്നെയാണ് സിനിമ പോയത്. അവധി ദിനമായ ക്രിസ്മസ് ദിനത്തിൽ സിനിമ 1,11,00,000 രൂപയ്ക്ക് മുകളിൽ നേടി. ഇന്നലെയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 50 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് ട്രാക്കിങ്ങിലൂടെ വന്ന ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 715 ഷോകളാണ്. അതിൽ തന്നെ 32,700 മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയി. എന്തായാലും ഈ ഒരു സിനിമ ഇന്നത്തെ ദിനത്തിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം തുടക്കം തന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് ഫൈനലായിട്ട് 35-40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെ. ഇന്നൊരു ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഫെസ്റ്റിവൽ ഡേയ്സ് ആയതുകൊണ്ട് ആ ഒരു ഇടിവിനെ കവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ 25-ാം ദിനത്തിലാണ്. 25-ാം ദിനം ആയപ്പോഴത്തേക്ക് സിനിമ 84 കോടി കവർ ചെയ്യുന്നു. 83 കോടിക്ക് മുകളിലുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ മമ്മൂക്ക പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയുടെ 23 ദിനത്തെ കളക്ഷൻ എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ നേടിയത് ഏകദേശം 25 ലക്ഷം രൂപയോളമാണ്. അതായത് 142 ഷോകളിൽ നിന്ന് 8,000-നടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. 26% ഓക്യുപ്പൻസിയിൽ സിനിമ 13 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി നേടിയത്. കഴിഞ്ഞ ദിനങ്ങളെക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. വെള്ളി, ശനി, ഞായർ ദിനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം ഇതിൻ്റെ തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു ഓരോ ദിവസവും. 100 തിയേറ്ററിലേക്ക് എത്തിയ സിനിമ ഇന്ന് വീണ്ടും കൂട്ടി 150ഓളം ഷോകളിലേക്ക് എത്തുന്ന കാര്യം കാണാൻ കഴിയുന്നു. മമ്മൂട്ടിയുടെ ഈ ഒരു മികച്ച സിനിമ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള പേരും ഒപ്പം മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് നേടിക്കൊടുക്കാൻ പ്രാപ്തിയുള്ളതുമാകുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.